കേന്ദ്ര സർക്കാരിൻ്റെ മുൻപാകെ സംസ്ഥാന സർക്കാർ ആദ്യ മെമ്മോറാണ്ടത്തിൽ ആവശ്യപ്പെടുന്നത് 260 കോടി രൂപയാണ്. കേന്ദ്ര സർക്കാർ 290 കോടി കൊടുത്തു അന്ന്. അതിനുശേഷം ആ 290-ന് പുറമെ 388 കോടി സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം നേരത്തെ കൊടുത്തതിൻ്റെ ബാക്കിയിരിപ്പുണ്ട്. അങ്ങനെ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ 780 കോടിയുണ്ട്. 783 കോടി. അതിന് പുറമെയാണ് ഇപ്പോൾ പുതുതായിട്ട് കൊടുത്തിരിക്കുന്നത് 153. അതിൽ കൂടുതൽ കേന്ദ്ര സർക്കാർ കൊടുക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ കണക്കുകൾ വരണമായിരുന്നു. ആ കണക്കാണ് ഈ 4 മാസം കഴിഞ്ഞ് കൊടുത്തത്. ആദ്യം കൊടുത്ത സംസ്ഥാന സർക്കാർ കൊടുത്ത മെമ്മോറാണ്ടത്തിൽ 260 കോടിയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. ഇതെല്ലാം ഒക്ടോബർ 17-ാം തീയതിയത്തെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സത്യവാങ്മൂലത്തിൽ വിശദമായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കോപ്പി തരാൻ വേണമെങ്കിൽ. എന്താണ് സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടത്? ആ ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടതിനും മറുപടിയായിട്ട് അല്ലെങ്കിൽ അതിന് നടപടി എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാർ എന്തൊക്കെ ചെയ്തു? പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റിനെ സംബന്ധിച്ച് എന്താണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് പറഞ്ഞത്? ഈ കാര്യങ്ങൾ മുഴുവൻ തന്നെ ഒക്ടോബർ മാസം 17-ാം തീയതി കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു മറുപടി പോലും അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള അതങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും കൊടുത്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് നവംബർ 16-ാം തീയതി 153 കോടി രൂപ. കാരണം ഒരു ഇൻ്റർ മിനിസ്റ്റീരിയൽ ടീം IMC കേന്ദ്ര സംഘം ഓഗസ്റ്റ് മാസം 8, 9, 10 തീയതികളിൽ വയനാട് സന്ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉന്നതാധികാര സമിതി ചേർന്ന് 153 കോടി രൂപ അനുവദിക്കാനുള്ള തീരുമാനമെടുത്തത്. അതിനു പുറമെ വ്യോമസേനയുടെ ബില്ല്, ആ ബില്ലും അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അതിനുള്ള തുകയും അനുവദിച്ചു. അല്ല, ഈ ഫൈനൽ ഇനി വരും. അത് കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പിൻ്റെ ടീം 2 ഘട്ടത്തിലാണ് ദുരന്ത നിവാരണ നിയമം അനുശാസിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു കേന്ദ്ര സംഘം സന്ദർശിക്കും. ആ കേന്ദ്ര സംഘത്തിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തുക. പിന്നെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം ദുരന്താനന്തര ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ സംഘം വിശദമായിട്ട് പഠനം നടത്തി നൽകുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നവംബർ മാസം 13-നാണ്. ഇപ്പോൾ കിട്ടിയ ഈ തുക എന്ന് പറയുന്നത് അതിന് മുൻപ് കുറച്ച് തുക കേന്ദ്രം കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. ആ തുക സാധാരണഗതിയിൽ എല്ലാ വർഷവും എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന ദുരന്ത നിവാരണ ഫണ്ടല്ലേ എന്ന ചോദ്യമാണ് ഒരു ചോദ്യം. എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന ഫണ്ടാണ് എന്നുള്ളത് ശരി തന്നെ. അത് ദുരന്തങ്ങൾ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ നേരിടാൻ വേണ്ടി തന്നെയാണത്. അതിനാണല്ലോ ദുരന്തം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ ദിവസവും സാധാരണ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ. ദുരന്തങ്ങൾ എല്ലാ വർഷവും പല സ്ഥലങ്ങളിലായിട്ടുണ്ടാകുന്നുണ്ട്. ഒരു സ്ഥലത്ത് മാത്രമല്ല, വിവിധ സ്ഥലങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം എന്നുള്ള നിലയിലാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്രവും സംസ്ഥാനവും ചേർന്നിട്ട് ഈ ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ദുരന്തങ്ങൾ നേരിടാൻ തന്നെയാണ്. അത് ദുരന്തങ്ങൾ അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ദുരന്തങ്ങൾക്ക് വേണ്ടി തന്നെയാണിത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇത്തവണ ചെയ്തത് അതിൻ്റെ അഡ്വാൻസ് തുക കൊടുത്തു. 290 2 ഗഡുക്കളായിട്ട് അഡ്വാൻസ് കൊടുത്തു. അതിന് പുറമെ ഇപ്പോൾ 153 അഡീഷണലായിട്ട് അനുവദിച്ചു. അപ്പോഴും നേരത്തെ അനുവദിച്ച ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ 380 കോടി രൂപ ഇപ്പോഴും ചെലവഴിക്കാതെ ബാക്കിയിരിപ്പുണ്ട്. ഇതെല്ലാം കൂടി ഏതാണ്ട് 780 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുണ്ട്. ആ 780 കോടിയിൽ ഒരു
എന്തെങ്കിലും ചിലവാക്കാലോ. അത് മുഴുവൻ ചിലവാക്കിയാലേ പൈസ തരുള്ളൂ എന്നല്ല, അതിൽ എന്തെങ്കിലും ചിലവാക്കാലോ. അത് എന്തു സാങ്കേതികമായ എന്തെങ്കിലും തടസ്സമുണ്ടോ മിനിസ്റ്റർ? സാങ്കേതിക തടസ്സം ഉണ്ടെങ്കിൽ അവർ പറയണ്ടേ ഇവിടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതായത് ഈ ദുരന്തമുണ്ടാകുമ്പോൾ ദുരന്തത്തിന് സഹായം, ദുരന്തത്തിൻ്റെ നിവാരണമുണ്ടാകുക, ദുരന്തത്തിന് ഇരയായിട്ടുള്ള ആളുകളെ സഹായിക്കുക, അതായിരിക്കണം പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം, പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം. അത് കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടിയാലേ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കുന്നതിന് പകരം 685 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വന്നു. ആ വന്ന പൈസ ചിലവാക്കാത്തത് എന്താ, തുടങ്ങാത്തത് എന്താ? മിനിമം 1000-ലധികം വീടുകൾ പണിത് കൊടുക്കാമെന്ന് സന്നദ്ധ സംഘടനകൾ വാഗ്ദാനം ചെയ്തു. അവരുമായിട്ടൊരു ചർച്ച നടത്തിക്കൂടെ? ഈ കേന്ദ്രത്തിൽ നിന്നുള്ളത് കിട്ടുന്നതിന് മുൻപ് ഞങ്ങൾ ഒരൊറ്റ കാര്യവും ചെയ്യില്ല എന്നുള്ള വാശി എന്തിനാ പിടിക്കുന്നത്? ദുരന്തത്തിനിരയായിട്ടുള്ള ആളുകളെ സഹായിക്കണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യമെങ്കിൽ ഈ 3 രീതികൾ, കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടുന്നതുവരെ എൻ്റെ കയ്യിലുള്ള പോക്കറ്റിലുള്ള പൈസ ഒറ്റ പൈസ ഞാൻ ചിലവാക്കില്ല. നിങ്ങൾ തന്നാലേ ഞാൻ ചിലവാക്കുള്ളൂ. എന്നിട്ട് എൻ്റെ പോക്കറ്റിലെ പൈസ അതേപടി വെക്കുക.